Good morning, all. Okay, good morning. Okay, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മളെ കഴിഞ്ഞ ദിവസം എന്താണ് നടത്തിയത്? HRM മാനേജറിന്റെ ഡ്യൂട്ടീസ് വരെയാണ് നടത്തിയത് അല്ലെ? അല്ലേ? ആരും ഉഷാറായിട്ടില്ല? ശരിയല്ലേ? HRM മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് അല്ലെ? അതുവരെയല്ലേ ഇത് നടത്തിയത്? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെയുള്ള എംപ്ലോയീസിനെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള തന്ത്രപരമായ തീരുമാനങ്ങളൊക്കെയാണ് നടപ്പാക്കുന്നത്. വീണ്ടും ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത്. എന്താണ് ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് നോക്കാം. The line manager is a person or an employee of an organization who directly directs the other employees and is in charge of all the individuals working in a department. അവിടെ ലൈൻ മാനേജർ ആരാന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ആണ് വ്യക്തമാക്കുന്നത്. എന്താണ് ലൈൻ മാനേജർ എന്ന് പറയുന്നത്? ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഏതെങ്കിലും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ ഓൾമോസ്റ്റ് അല്ലെ ഇൻചാർജ് ഉള്ള പേഴ്സണെയാണ് ഇതെന്ന് വിശേഷിപ്പിക്കുന്നത്, ലൈൻ മാനേജർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് എങ്കിൽ പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അല്ലെ, മേൽനോട്ടം വഹിക്കുന്ന ഒരു ഓവറോൾ ഡ്യൂട്ടി ഉള്ളത് ആരാണോ, ഇൻചാർജ് ആയിട്ടുള്ള പേഴ്സൺ ആരാണോ, അവരെയാണ് എന്തെന്ന് പറയുന്നത് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. കേസ് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് എങ്കിലും നമുക്കറിയാം, ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ എക്സാമ്പിൾ ആകുമ്പോൾ നമുക്കറിയാം അത് എന്താണ് കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോ അല്ലെ, അങ്ങനെ വ്യത്യസ്തമാരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള അല്ലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെ മെയിൻ ആയിട്ടുള്ള പേഴ്സണെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. നോക്കുക, the line manager is a person or employee of an organization who directly directs the other employees അല്ലെ, മറ്റു ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റു എംപ്ലോയീസിനെയൊക്കെ ഡയറക്റ്റ് ചെയ്യുക അല്ലെ. അതാണ് മെയിൻ ആയിട്ട് ആ ഇൻചാർജ് ഉള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് ഉള്ള പേഴ്സൺ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും ഉണ്ടാവില്ലേ. ആ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യണം അല്ലെ, അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നൊക്കെ മേൽനോട്ടം നടത്തണം. അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. ആ ഒരു പ്രത്യേക ചുമതലയാണ് ആര് നിർവഹിക്കുന്നത്? ലൈൻ മാനേജർ നിർവഹിക്കുന്നത്. The line manager reports to someone in a higher position. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും തലവന്മാര് അവരുടെ മേലുദ്യോഗസ്ഥർക്ക് അവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുമ്പോൾ കൃത്യമായിട്ടുള്ള ടൈമുകളിലെല്ലാം അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഫോളോയിങ് ദ ഡ്യൂട്ടീസ് ഓഫ് ലൈൻ മാനേജർ. ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എന്താണ് ലൈൻ മാനേജർ എന്നുള്ള കാര്യം ഓക്കെ അല്ലേ? ജസ്റ്റ് ഓർത്ത് വെക്കുക, ഓൾ ദ ഇൻഡിവിജ്വൽസ് വർക്ക് ഇൻ എ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അതിനാണ് പ്രാധാന്യം വരുന്നത്. സോ ആ ഒരു പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ലൈൻ മാനേജർ എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഡ്യൂട്ടീസിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഡ്യൂട്ടി നോക്കാം. റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻ.
റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻസ് അല്ലെ. അവിടെ എന്താണ്, ഏത് പൊസിഷൻ ആണെങ്കിലും അവിടെ അനുയോജ്യമായിട്ടുള്ള വേക്കൻസികൾ വരുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തുന്നത് ആരായിരിക്കും? ലൈൻ മാനേജർ ആയിരിക്കും അല്ലെ. ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കാര്യങ്ങളിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിന്റെ ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷൻ ഉണ്ടാവാം, ടെക്നിക്കൽ സെക്ഷൻ ഉണ്ടാവാം. ഇനി ഏത് സെക്ഷനിലാണ് എങ്കിലും അതിന് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ അല്ലെ. അവിടെ ആ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാൻ, അതായത് ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ടുള്ള മതിയായ ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അതാരായിരിക്കും? ലൈൻ മാനേജേഴ്സ് ആയിരിക്കും. Then providing training and support to new hires. എന്താണ് അതിന് പ്രധാനമായിട്ട് പറയുന്നത്? അതായത് പുതിയതായിട്ട് നമ്മൾ നിയമിക്കുന്ന എംപ്ലോയീസ്, ആ എംപ്ലോയീസിന് ചിലപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. സോ ആ ഓർഗനൈസേഷനോട് കൂടി പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ അവർക്ക് എന്താണ് ചില ട്രെയിനിങ് ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ഡ്യൂട്ടിയും അത് തന്നെയാണ് ലൈൻ മാനേജറുടെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ്ലി റിക്രൂട്ട്മെന്റ് നടപടിക്രമങ്ങൾ, സെക്കൻഡ്ലി അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. തേർഡ് വൺ ജോബ് റൊട്ടേഷൻ, എൻഷുർ ജോബ് റൊട്ടേഷൻ ആൻഡ് മിനിമൈസ് അസൈൻമെന്റ് കവറേജ് ഗാപ്സ്. ഓക്കെ, നമുക്കറിയാം ഇപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വിവിധ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ എവിടെയും ബ്രേക്ക് ആവാൻ പാടില്ല അല്ലെ. ഇൻ കേസ് ഒരാൾ ആബ്സെന്റ് ആയി എങ്കിൽ അവിടെ ആ ഒരു ആബ്സെന്റ് കൊണ്ട് തന്നെ ആ ഒരു അല്ലെ ഒരു ദിവസത്തെ വർക്കിംഗ് ഫ്ലോ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പരാജയമാണ് അല്ലെ. അപ്പൊ എന്താണ് ഇവർക്ക് റൊട്ടേഷൻ ഡ്യൂട്ടികളിലെല്ലാം എല്ലാ തരത്തിലുള്ള ഡ്യൂട്ടികളിലും അവർക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും പരിചയ സമ്പന്നരാക്കി നിർത്തി അല്ലെ അത് ആക്കിക്കൊണ്ടു പോകാനായിട്ട് അവർ ശ്രമിക്കും. ഏതോ ഒരു ഭാഗമാണെങ്കിലും ഇൻ കേസ് ഫ്രണ്ട് ഓഫീസിൽ തന്നെ 1-2 സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ ചില സ്പെഷ്യൽ ഡ്യൂട്ടികളൊക്കെ ചിലരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ അവർക്കും അല്ലെ മറ്റു ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവര് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ, ഇൻ കേസ് ഒരു ആബ്സെന്റിസം വന്നാൽ പോലും അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ ബിസിനസ് മുന്നോട്ട് പോകാതിരിക്കില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അല്ലെ. ആ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ലൈൻ മാനേജേഴ്സ് ആണ്. അവരുടെ കൺട്രോളിലോ ഒരിക്കലും ഒരു ബ്രേക്കും സംഭവിക്കാത്ത തരത്തില് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജോബ് റൊട്ടേഷൻ ഒക്കെ ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയാണോ? ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു എന്താണ് റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻ. ഓക്കെ, ടാലന്റ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം. ദെൻ പ്രൊവൈഡിംഗ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ന്യൂ ഹയേഴ്സ് അല്ലെ. പുതിയതായിട്ട് ലഭ്യമായിരിക്കുന്ന എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് കൊടുക്കുക. ദെൻ റൊട്ടേഷൻ, ഒരിക്കലും വർക്കിങ്ങിന് എന്തെങ്കിലും ബ്രേക്ക് സംഭവിക്കാത്ത തരത്തില് റൊട്ടേഷനൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതും ലൈൻ മാനേജേഴ്സ് ആണ്. ഫോർത്ത് പോയിന്റ് നോക്കിയാണെങ്കിൽ പ്രൊവൈഡിംഗ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ഓൾ ടീം മെമ്പേഴ്സ്. എന്താണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്? അതായത് ടീം മെമ്പേഴ്സിനൊക്കെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് അല്ലെ ചെയ്യാനായിട്ടുള്ള അത് കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്കാണ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടാവുക. സോ അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ എല്ലാം കേട്ടിട്ടാണ് നമുക്ക് എന്തെങ്കിലും കറക്റ്റ് നടപടിയിലൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലൈൻ മാനേജേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഓവറോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. സോ അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് നല്ല രീതിയിൽ അല്ലെ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ആരായിരിക്കും? ലൈൻ മാനേജേഴ്സ്. നമുക്ക് നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് എൻഷുറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ ഫങ്ഷണൽ ഓർ എ ഡിപ്പാർട്ട്മെന്റൽ കോഴ്സ്. ഓക്കെ, നമുക്കറിയാം ഒരു ലീഡറിന്റെ പ്രത്യേകത എന്താണ്? ആ ലീഡർ എങ്ങനെ ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവരുടെ അണ്ടറിലുള്ള വ്യക്തികളെ അറിയിക്കും. ശരിയല്ലേ? ഒരു ലീഡേഴ്സ് അങ്ങനെയല്ലേ? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ അതിന്റെ അണ്ടറിലുള്ള വ്യക്തികളെ അറിയിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ലൈൻ മാനേജർ ചെയ്യുന്നത്. എന്താണ്? കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് എൻഷുറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫങ്ഷൻ ഓർ ഡിപ്പാർട്ട്മെന്റൽ കോഴ്സ്.
ആ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആശയവിനിമയം, അല്ലെ അവരുടെ കീഴിലുള്ള എല്ലാ എംപ്ലോയീസിനോടും നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്നത് ആരാണ്? ബ്രാഞ്ച് മാനേജേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അവരുടെ ഡയറക്ഷൻ കൊണ്ട് അവരുടെ അവര് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ആ ഒരു രീതി അനുസരിച്ചിട്ടാണ് അവിടെ എംപ്ലോയികളൊക്കെ എന്താണ് മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെഷറിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ടീം മെട്രിക്സ് ആൻഡ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് ടാർഗറ്റ്സ് ആണ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽസിന്റെ ഓരോ ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ ടീം അല്ലെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത്, ഓക്കെ അവർ നന്നായിട്ട് അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടോ, അല്ലെ അപ്പൊ കൃത്യമായിട്ട് തന്നെ അവർ മോണിറ്റർ ചെയ്യുമ്പോൾ, അല്ലെ നിരീക്ഷിക്കുമ്പോഴാണ് അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുള്ളൂ. ഇൻ കേസ് ലൈൻ മാനേജർ അവർ അയാളുടെ ഓഫീസിൽ തന്നെ ഇരുന്നു കൊണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ചിലപ്പോൾ നമുക്കറിയാം ഇപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അല്ലെ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ചിട്ട് തന്നെ ആ റൂമിൽ തന്നെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിസിബിൾ ആണ്, അല്ലെ അപ്പൊ അതിൽ നിന്ന് തന്നെ ക്ലിയർ പിക്ചർ കിട്ടും. അതേസമയം ഇൻ കേസ് അങ്ങനെയൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, അങ്ങനെയൊന്നും വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ചെയറിൽ ഇരുന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെ അപ്പൊ എംപ്ലോയീസ് അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്തിട്ടാണ് അവിടെ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അതനുസരിച്ചിട്ടുള്ള മെഷർമെന്റ് ഒക്കെ നടപടിക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടത്. കേസ് അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ലൈൻ മാനേജേഴ്സ് ആണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവരുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ആര് വാച്ച് ചെയ്യണം? എംപ്ലോയീസിന്റെ പ്രോഗ്രസ് ഒക്കെ ആര് വാച്ച് ചെയ്യണമെന്നാ പറയുന്നത്? ആര് വാച്ച് ചെയ്യണം? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അതായത് എംപ്ലോയീസ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ അവരെ ആര് വാച്ച് ചെയ്യണമെന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്? നമ്മൾ ആരുടെ ഡ്യൂട്ടിയാണ് പഠിക്കുന്നത്? അത് ഓർമ്മ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലയൻ മാനേജേഴ്സ്. ഓക്കെ, ലയൻ മാനേജേഴ്സ് വാച്ച് ചെയ്യണം, അല്ലെ അവര് മോണിറ്റർ ചെയ്യണം. ഓക്കെ, അതനുസരിച്ചിട്ടാണ് പെർഫോമൻസിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് സാധിക്കുന്നത്. Okay, good. The next, recognizing when corrective actions are required. Okay, ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ മോണിറ്റർ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ചില കറക്ഷൻസ് ഒക്കെ വേണ്ടി വരുന്നത്. സോ എന്താണ് അങ്ങനെ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ എന്താണ് വേണമെന്നുള്ളത്, ആവശ്യങ്ങളൊക്കെ വേണമെന്നുള്ളത് അംഗീകരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ട്രെയിനിങ് വേണം, നിങ്ങൾ ഈ ഭാഗത്ത് കുറച്ച് ട്രെയിനിങ്ങിന്റെ പോരായ്മ കൊണ്ടാണ് അത് ഇച്ചിരി കൂടി സ്പീഡായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം അവിടെ എന്താണ് കൃത്യമായിട്ട് തന്നെ അവര് എന്ത് മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ മോണിറ്റർ ചെയ്യുമ്പോൾ ലൈൻ മാനേജർ മോണിറ്റർ ചെയ്യുമ്പോൾ ഓക്കെ ഇവർക്കുള്ള പ്രോബ്ലം ഈ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. സോ അവർക്ക് എന്താണ് ചിലപ്പോൾ ആണെങ്കിൽ 1 വീക്ക് ട്രെയിനിങ് ഒക്കെ അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുന്നത് ആരായിരിക്കും? ലൈൻ മാനേജേഴ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ കറക്ഷൻ അല്ലെ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ ആവശ്യമുണ്ട് എങ്കിൽ അതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ലൈൻ മാനേജേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ പറയുന്നത് എൻഷുറിങ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ഓൾ പ്രോസസ് ഓൺ ദ ടീം. എന്താണ് ഇവിടെ പറയുന്നത്? എൻഷുറിങ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ഓൾ പ്രോസസ് ഓൺ ദ ടീം. അതായത് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നതെല്ലാം അല്ലെ ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന വർക്കുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടതും അത് തന്നെയാണ് ലൈൻ മാനേജേഴ്സ് ആണ്. ഓക്കെ, വളരെ റഫായിട്ടൊന്നല്ല, കെയർലെസ് ആയിട്ടൊന്നല്ല അവർ വർക്ക് ചെയ്യുന്നത്. നല്ല കൃത്യമായിട്ട് നല്ല സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തേണ്ടതും ലൈൻ മാനേജേഴ്സ് ആണ്. Next, evaluating overall team and individual performance and providing performance evaluations. Okay, നമുക്കറിയാം ഓരോ എംപ്ലോയീസിന്റെ വർക്കുകൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒന്നിച്ചുള്ള ഒരു കോർഡിനേഷനോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെ നമ്മൾ ഏതെങ്കിലും ടാർഗറ്റ് ഉണ്ടെങ്കിൽ അവിടെ പെർട്ടിക്കുലർ ഓരോ പേഴ്സൺസും അവരുടെ എഫേർട്ട്
അത് കൃത്യമായിട്ട് നിർവഹിക്കുമ്പോഴാണ് ആ ഗോള് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവാലുവേറ്റിംഗ് ഓവറോൾ ടീം അല്ലെ, മൊത്തത്തില് ആ ടീമിനെ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് അത് എത്രത്തോളം നന്നായിട്ട് പോകുന്നുണ്ട് അല്ലെ, അതെല്ലാം ആ പെർഫോമൻസ് അവരുടെ എന്താണ് പ്രവർത്തനങ്ങള് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നോക്കുമ്പോൾ അവർ നന്നായിട്ട് തന്നെ അല്ലെ അവരുടെ എഫിഷ്യന്റ് ആയിട്ട് അവരുടെ കഴിവിനനുസരിച്ചിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആര് തന്നെയാണ്, നമ്മുടെ ലൈൻ മാനേജേഴ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെ ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ് ആണ് വർക്ക് ചെയ്യുന്നത്, അതിൽ 1-2 എംപ്ലോയി കെയർലെസ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും മാക്സിമം എഫോർട്ടോടുകൂടിയിട്ട് വർക്ക് ചെയ്താലാണ് എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സുകൾ വരാം അല്ലെ, തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. സോ എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകേണ്ടത് ലൈൻ മാനേജേഴ്സ് ആണ്. enlarging and coordinating with the other line managers across the organization. Okay, നമുക്കറിയാം മറ്റു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ പല ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ ഒന്നിച്ചുള്ള ഒരു സംഘടനയാണ് നമുക്ക് പറയുമ്പോൾ ഒരു ഫോം അല്ലെങ്കിൽ ഒരു കമ്പനി എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ മറ്റുള്ള ലൈൻ മാനേജേഴ്സ് ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് അല്ലെ എല്ലാവരുമായിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ആ ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാര് തമ്മിൽ നല്ലൊരു ഐക്യത്തോട് കൂടിയിട്ട് അല്ലെ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ പരസ്പരം ഏകോപിപ്പിച്ചിട്ടൊക്കെ മുന്നോട്ട് പോയാലാണ് ഓർഗനൈസേഷന്റെ ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് ലൈൻ മാനേജേഴ്സ് ആണ്. Then providing reports on productivity and other performance indicators to senior management. Okay, നമുക്കറിയാം പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാര് തീർച്ചയായിട്ടും അവരുടെ കീഴിലുള്ള എംപ്ലോയീസ് ഒക്കെ നല്ല രീതിയിൽ ഉത്പാദനക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ സീനിയർ മാനേജേഴ്സിനൊക്കെ കൈമാറുന്നതും അല്ലെ ലൈൻ മാനേജേഴ്സ് വഴിയാണ്. തീർച്ചയായിട്ടും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ അതുമായി ബന്ധപ്പെട്ട അതിന്റെ അണ്ടറിലുള്ള എല്ലാ എംപ്ലോയീസിനെയും കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു ഡയറക്ഷൻ ഒക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടപ്പാക്കി കൊണ്ടുപോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കുക, ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. കേസ് അല്ലെ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ആലോചിക്കുക, ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി ആയിരിക്കും അല്ലെ. ഈ കേസ് ഏത് ഒരു ഇത് അല്ലെ ഏതെങ്കിലും ഒരു ഡ്യൂട്ടി വന്നിട്ട് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനെന്ന നിലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതാരായിരിക്കും? ലൈൻ മാനേജേഴ്സ് ആയിരിക്കും അല്ലെ. In case of who recognize when corrective actions are required in a particular department അല്ലെ. ഏതെങ്കിലും എല്ലാത്തിലും നമുക്കറിയാം ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് സപ്പോർട്ട് ഒക്കെ ആരാണ് കൊടുക്കേണ്ടത്? ലൈൻ മാനേജേഴ്സ് ആണ് അല്ലെ. അങ്ങനെ എന്തിനും അല്ലെ ഈ രീതിയിലുള്ള ഏത് പോയിന്റ് വെച്ചിട്ടാണെങ്കിലും ലൈൻ മാനേജേഴ്സിന് ഓർത്ത് വെച്ചിരിക്കുക പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ചുമതലകളിലെല്ലാം ആരായിരിക്കും? ലൈൻ മാനേജർ ആണ് കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പങ്ക് നിർവഹിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എന്താണ് ലൈൻ മാനേജർ എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. Impact of HRM on organizational performance. HRMന്റെ സ്വാധീനം അല്ലെ ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. HRM practices can improve employee skills and abilities so that they improve organizational performance. ഓക്കെ, നമുക്കറിയാം HRM പ്രാക്ടീസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ
അവര് തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന്റെ കഴിവുകൾ അല്ലെങ്കിൽ എന്താണ് അവരുടെ നോളജ് ഒക്കെ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെ കാര്യങ്ങളൊക്കെ അത് തീർച്ചയായിട്ടും എംപ്ലോയീസിന് നോളജ് അല്ലെങ്കിൽ സ്കില്ല് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രെയിനിങ് ഈസ് എ മാനേജ്മെന്റ് ടൂള് യൂസ്ഡ് ടു ഡെവലപ്പ് സ്കിൽസ് ആൻഡ് നോളജ് ആസ് എ മെത്തേഡ് ഓഫ് ബൂസ്റ്റിംഗ് ആൻഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് എന്താണ് അൾട്ടിമേറ്റ്ലി ആൻഡ് ഓർഗനൈസേഷൻസ് current performance in a term of efficiency, effectiveness and productivity. Okay, അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അല്ലെ നാച്ചുറലി നമുക്കറിയാം ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് നോളജ് ഉണ്ട്, പക്ഷെ അവർക്ക് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യും ഇല്ലേ, ശരിയല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തില് ഏതൊരു മെഷീൻ സ്ഥാപിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ നോളജ് ഉണ്ടാവും, പക്ഷെ അത് സ്പീഡിലി ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവർക്ക് ട്രെയിനിങ് വേണ്ടി വരും അല്ലെ. ഒരു പുതിയ മെഷീനൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവയർനെസ് ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവുമെങ്കിലും അത് നന്നായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ് ആവശ്യമായിട്ട് വരും. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് ടൂളാണ് അല്ലെ, ഒരു ഉപാധിയാണ്. എന്ത് ആ ട്രെയിനിങ് വഴി അവർക്ക് എന്താണ് അവരുടെ കഴിവ് അല്ലെങ്കിൽ നോളജ് അല്ലെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് എന്താണ്, ട്രെയിനിങ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു അല്ലെ മെത്തേഡാണ്. ആ മെത്തേഡിലൂടെയാണ് അവർക്ക് നോളജ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു പോയിന്റ് മിക്കപ്പോഴും കാണാറുണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്ത് പോവുക. ട്രെയിനിങ് എന്ന് പറയുന്ന മാനേജ്മെന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഓരോ എംപ്ലോയീസിന്റെ സ്കിൽ അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് കറന്റ് പെർഫോമൻസ് ഇൻ എ ടേം ഓഫ് എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമുക്കറിയാം തീർച്ചയായിട്ടും നിലവിൽ ഒരു എംപ്ലോയിക്ക് അത്യാവശ്യം കഴിവുണ്ടാവുമായിരിക്കും, അതിനേക്കാൾ അപ്പുറം ഒരു ട്രെയിനിങ് കൂടി കിട്ടുമ്പോൾ എന്താണ് അവരുടെ പെർഫോമൻസ് കുറച്ചും കൂടി അല്ലെ കാര്യക്ഷമതയോടും ഫലപ്രാപ്തിയോടും കൂടിയിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും, ശരിയല്ലേ? അപ്പൊ ട്രെയിനിങ് കിട്ടുമ്പോൾ എന്താണ് നോളജ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യും. അത് ഏത് ടൈമിലാണെങ്കിലും അറ്റ് എ ടൈം ജസ്റ്റ് ഫ്രഷേഴ്സ് ആണെങ്കിലും അവർക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ അവർക്ക് അവരെ നോളജ് സ്കിൽ ഡെവലപ്പ് ചെയ്യും. ഇൻ കേസ് അവര് കറന്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മെഷീനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് എന്താണ് അവരുടെ നോളജ് ആയിട്ട് സ്കില്ല് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? എന്താണ് ആ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയേരെ. അപ്പോ ഇത്തരത്തിലുള്ള HRM-ന്റെ പ്രത്യേകത എന്താണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന് അവർക്കൊക്കെ ട്രെയിനിങ് വേണം. ഓക്കെ, ഇവരെ ചിലവർക്കൊക്കെ നമുക്കറിയാം ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, കാരണം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരുടെ നോളജ് അല്ലെങ്കിൽ കഴിവൊക്കെ ഓക്കെയാണ്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവാർഡുകളോ അതൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് അവരുടെ അല്ലെ മോട്ടിവേഷൻ സ്കിൽ അത് അനുസരിച്ചിട്ട് അത് സ്കില്ലൊക്കെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ച് ട്രെയിനിങ് ഒക്കെ ഓൾമോസ്റ്റ് ആവശ്യമില്ല, കാരണം എക്സ്പീരിയൻസ് അവർക്ക് ഓൾമോസ്റ്റ് ഉണ്ട്. അതേസമയം ഫ്രഷേഴ്സും അതല്ലെങ്കിൽ കുറച്ച് നോളജ് ഒക്കെ കുറവ് അല്ലെ കുറച്ച് ടെക്നിക്കൽ നോളജ് ഒക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൂളാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് കൊടുക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ നോക്കാം, HRM affects positively in the following points. ഓക്കെ, അപ്പൊ അതിന്റെ സ്വാധീനം ആ HRM-ന്റെ അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. The recruitment process is an essential aspect in any organization which mainly drives the output and the efficiency of the organization. Okay, അവിടെ നമുക്കറിയാം ഒരു നിർണായക ഘടകമായിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താണ്, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഏറ്റവും നല്ല ഏറ്റവും മാക്സിമം അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്താനായിട്ട് അവിടെ സാധിക്കും അല്ലെ. കൂടുതലായിട്ടുള്ള ഇൻ കേസ് ഒരു 10 വേക്കൻസി ആണുള്ളെങ്കിൽ 100 ആപ്ലിക്കേഷൻസ് ഫോം ആണെങ്കിൽ നമുക്കറിയാം ആ 100-ൽ നിന്ന് 10 സെലക്ട് ചെയ്യും. അതേസമയം ഒരു 500 ആപ്ലിക്കേഷൻസ് ഫോം ഉണ്ടായെങ്കിൽ
ഓക്കെ, അവിടെ കാൻഡിഡേറ്റ്സ് അതിനു വേണ്ടി ഒരു 500 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ 10 പേരെ തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ചും കൂടി അല്ലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ തിരഞ്ഞെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ശരിയല്ലേ? അല്ലേ? ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കിട്ടൂലേ? അതെ. അപ്പൊ ആ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലാണ് ഏറ്റവും ഗുണകരം. കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരം എന്ന് പറയുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ ഏറ്റവും മോസ്റ്റ്ലി ഏറ്റവും സൂട്ടബിൾ ആയതിനെ തിരഞ്ഞെടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു. സോ നോക്കുക, റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇസ് എസെൻഷ്യൽ ആസ്പെക്ട് in any organization which mainly drives the output and the efficiency of the organization. അപ്പൊ നമുക്കറിയാം അത് നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നല്ല എഫിഷ്യന്റ് ആയിട്ട് ഫലപ്രാപ്തമായ അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. കാരണം ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് എന്താണെങ്കിലും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയകരമായ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് നടപടികളാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. സോ അങ്ങനെ വരുമ്പോഴെന്താണ് നല്ല രീതിയിൽ ഉള്ള എംപ്ലോയീസിനെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. The recruitment process of any organization is mainly controlled by the human management department of the organization. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇൻ കേസ് HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? അത് HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ആ റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും? HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ? HR മാനേജ്മെന്റ് ആണ് അത് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നല്ല രീതിയിൽ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള HR ഡിപ്പാർട്ട്മെന്റ് അവിടെ വർക്ക് ചെയ്യുക അല്ലെ, അവിടെ നിലവിലുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോഴെന്താണ് അവര് പലതരത്തിലുള്ള അല്ലെ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പൊ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഏറ്റവും നല്ല അപേക്ഷകൾ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഏതൊക്കെയാണ് അല്ലെ, ഏതൊക്കെ രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവരെ കൃത്യമായിട്ട് തന്നെ വെച്ചിട്ടായിരിക്കും ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാവുന്നത്. സോ എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് HR ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ആലോചിച്ചുറപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും എന്താണ് റിക്രൂട്ട്മെന്റ് നടപടികൾക്കൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റ് നടപടികളാണെങ്കിലും നമുക്കറിയാം വ്യത്യസ്ത രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് നടത്താം. ക്യാമ്പസ് സെലക്ഷൻ വഴിയോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് വഴിയോ അങ്ങനെ പല രീതിയിലും റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്താനായിട്ട് സാധിക്കും. സോ ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്താനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്ന ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ദ മേജർ സ്കിൽസ് ആണ്. First one, ability to communicate efficiently and work with the other staff members across the organization. Okay, നമുക്കറിയാം ഇപ്പൊ HR ഡിപ്പാർട്ട്മെന്റ് അവിടെ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ? അവിടെ നമുക്കറിയാം അവര് നല്ല രീതിയിൽ തന്നെ എംപ്ലോയീസ് ആയിട്ടും കൈകാര്യം ചെയ്ത് പോകും. സോ നമുക്കറിയാം നല്ല സ്കില്ല് വേണമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യന്റ്ലി അല്ലെ? സ്കില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആശയവിനിമയം നടത്താനുള്ള കഴിവ് വേണം അല്ലെ? നമ്മളിപ്പോ ഒരു എംപ്ലോയി അദ്ദേഹത്തിന് കുറച്ച് കഴിവൊക്കെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് അവരെ കൊണ്ടുവന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കേസ് നമുക്കറിയാം ഒരാളായിട്ടും യാതൊരു തരത്തിലുള്ള മിംഗ്ലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കറിയാം സഹപ്രവർത്തകർക്കൊന്നും ഒത്തൊരുമയോടുകൂടി പോകാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ വരും അല്ലെ? അവിടെ തീർച്ചയായിട്ടും അൺസാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവരും ഒരുപോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെ പ്രധാനമായിട്ടും ആവശ്യമാണ്. Then ability to work in a team to motivate other staff for productive outcomes. Okay, നമുക്കറിയാം പ്രൊഡക്റ്റീവ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് അല്ലെ? നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്താലാണ്, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റീവ് ഔട്ട്കംസ് കിട്ടുകയുള്ളൂ അല്ലെ? അപ്പൊ അവിടെ തീർച്ചയായിട്ടും എന്താണ് ഒരു ടീമായിട്ട് ഒറ്റക്കെട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം, അതിനുള്ള ഒരു കഴിവ് അല്ലെ? ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും, പരസ്പരം ഷെയറിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഒരു ടീമായിട്ട് നിന്ന് അല്ലെ ഒന്നിച്ച് പ്രചോദിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് നേടിയെടുക്കാൻ സാധിക്കും. സോ നമുക്കറിയാം അങ്ങനെ ടീമായിട്ട് നിൽക്കണമെങ്കിൽ പലതരത്തിലുള്ള ഗുണങ്ങളും അവിടെ ആവശ്യമാണ്. ഓക്കെ അല്ലെ? വേണ്ടി വരില്ലേ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും ആരായിട്ടും ഷെയർ ചെയ്യാതെ അല്ലെ അങ്ങനെയൊക്കെയുള്ള രീതി വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം അനുകൂലമാവണമെന്നില്ല.
നെക്സ്റ്റ് പറയുകയാണെങ്കിൽ the ability to analyze the situation is essential for solving any issues in the organization. ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം പല ഇഷ്യൂസും വരാം, ഓർഗനൈസേഷനിൽ ഒരുപാട് ഇഷ്യൂസുകൾ വരാനായിട്ടുള്ള സാധ്യത. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള എംപ്ലോയീസ് ആണ്, വ്യത്യസ്ത തരത്തിലുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള നേച്ചറാണ് അവരൊക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. പക്ഷെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അനലൈസ് വിലയിരുത്തിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സോൾവിങ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് അവിടെ പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. The ability to guide the managed staff members. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് എല്ലാ ഇവിടെ എല്ലാവർക്കും അല്ലെ മാനേജ് സ്റ്റാഫ് മെമ്പേഴ്സ്, എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും നമുക്കറിയാം ഒരു ഡയറക്ഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. HR ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിലുള്ള ഡയറക്ഷൻ ഒക്കെ കൊടുത്താൽ മാത്രമാണ് അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലും ഏതൊരു എംപ്ലോയിക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള നോളജ് ഉണ്ടാവുമെങ്കിലും നമ്മൾ ഇന്ന രീതിയിൽ ചെയ്യണം അല്ലെ എന്ന് ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഡ്യൂട്ടിയിൽ ഏത് ചിലപ്പോൾ ആണെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഇന്ന ഡ്യൂട്ടികൾ ഫിനിഷ് ചെയ്താലാണ് അടുത്ത വ്യക്തികൾക്ക് അതിന്റെ ബാക്കി ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഡ്യൂട്ടികൾ പെർഫെക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് ടൈമിലി തന്നെ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ഡയറക്ഷൻ ഒക്കെ അവിടെ തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പൊ അതെല്ലാം കൊടുക്കുന്നതും എന്താണ് HR ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യങ്ങൾ തന്നെയാണ് അതെല്ലാം സ്റ്റാഫുകൾക്ക് പകർന്നു കൊടുക്കുന്നത്. The position must be aware about the technical thing and computer in order to manage the technical resources in the restaurant. Okay, നമുക്കറിയാം എപ്പോഴും ഇപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് ടെക്നോളജി ഡെവലപ്പ് ആണ് അല്ലെ. അപ്പൊ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ടെക്നിക്കൽ നോളജും ആർക്കും വേണ്ടി വരും? ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, HR ഡിപ്പാർട്ട്മെന്റിന് എങ്കിൽ മാത്രമാണ് അത് അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ഇന്നോവേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡൗൺ ആയി പോകാനായിട്ടുള്ള സാധ്യതയാണ് ഉണ്ടാവുക അല്ലെ. നമ്മുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചലഞ്ചസ് വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി അത് നേടിയെടുക്കേണ്ടതും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. Then the fundamental thing is the decision making capability and the confidence to manage the crucial decisions within the organization. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യണം. വേണോ വേണ്ടേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള പവർ ഇല്ലായെങ്കിൽ നമുക്കറിയാം അത് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഹൈ റിസ്കോട് കൂടിയിട്ട് ചിലപ്പോൾ ചില ഡിസിഷൻസ് ഒക്കെ എടുക്കണം. ചിലപ്പോൾ ആ റിസ്കോട് കൂടിയിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം അത് വിജയിച്ചു പോകും. ഇൻ കേസ് ചിലപ്പോൾ ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ചില പരാജയങ്ങൾ വരാം. സോ ആ പരാജയങ്ങളെ നേരിടാനായിട്ടുള്ള ഒരു ശേഷി അവിടെ ഉണ്ടാവണം അല്ലെ. അവിടെ തകർന്നു പോവാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ശേഷി അവിടെ ഉണ്ടാവണം. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് ചിലത് ഹൈ റിസ്ക് എടുത്ത് കൈകാര്യം ചെയ്ത് പോകേണ്ടത് ഉണ്ടാവാം. ചിലപ്പോൾ റിസ്ക് എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെടും. പക്ഷെ അതിൽ പതറി പോകാതിരിക്കാനായിട്ടുള്ള ശ്രമം എപ്പോഴും ആവശ്യമാണ് അല്ലെ. ഡിസിഷൻ മേക്കിംഗ് അത് ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കഴിവുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റികളാണ്. ഇത്തരത്തിലുള്ള കഴിവുകളെല്ലാം അവിടെ ആവശ്യമാണ്. ഓക്കെ അല്ലേ, ശരിയല്ലേ? ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ വേണ്ടേ? വരുമോ? നമുക്ക് തന്നെ വേണം ഈ കഴിവുകളൊക്കെ അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് മാത്രമല്ല ഇവർക്കും വേണ്ട കഴിവുകളൊക്കെ തന്നെയാണ് അല്ലെ. എല്ലാവരോടും മിങ്കിൾ ചെയ്ത് പോകാനുള്ള ശേഷി വേണം. എന്തിനേയും നമുക്ക് അല്ലെ മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള ശേഷി വേണം. അതേപോലെ തന്നെ തീരുമാനങ്ങൾ ചില സമയങ്ങളിലൊക്കെ തീരുമാനങ്ങളൊക്കെ സഡൻലി നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ശേഷിയൊക്കെ വേണം അല്ലെ. എങ്കിൽ മാത്രമാണ് മുന്നോട്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അല്ലെ. ചിലത് വേണ്ട, ചിലത് വേണം. The position must be aware about a technical thing and a computer in order to manage the technical resource in the restaurant. ആ റെസ്റ്റോറന്റ് എന്നൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയത് അല്ലെ. റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ടെക്നിക്കൽ നോളജ് അല്ലെ. അവർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മേഖലകളിൽ ഇൻ കേസ് നമുക്ക് ഏത് സ്ഥാപനമാണെങ്കിലും അറിയാം
നമ്മള് അല്ലെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള രീതി ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും അതിനായിട്ട് വേരിയേഷൻസ് വരുത്തിയിരിക്കണം. കാരണം വേരിയേഷൻസ് വരുത്തിയില്ലെങ്കിൽ എന്താണ്, അത് ഡബിൾ ആയി പോകും. ഓക്കെ, അപ്പൊ എപ്പോഴും ഈ ചേഞ്ചസിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ശ്രമം ഏതൊരു ബിസിനസ്സിനും ആവശ്യമാണ്. അപ്പൊ ടെക്നോളജിക്ക് അല്ലെങ്കിൽ ടെക്നിക്ക് സാങ്കേതികപരമായിട്ടുള്ള തിങ്കുകൾ അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് അവിടെ ആവശ്യമാണ്. ആൻഡ് കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു മാനേജ് ദ ടെക്നിക്കൽ റിസോഴ്സസ്. ഇൻ കേസ് നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഡിജിറ്റലൈസേഷൻ വരെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അതിനുള്ള നോളജ് നമുക്ക് ഉണ്ടാവണം. അതനുസരിച്ചിട്ട് ആ ഹ്യൂമൻ റിസോഴ്സ് ടെക്നിക്കൽ റിസോഴ്സസുകളൊക്കെ നമ്മൾ മാറ്റി വരുത്തി ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശേഷിയും ആർക്കുണ്ടാവണം, എക്സ്റ്റേണൽ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാവണം. ഓക്കെ, ക്ലിയർ അല്ലേ? എവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മളെ നോളജ് ആണെങ്കിലും അതെ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഒക്കെ എടുക്കുന്നത്? പുതിയ കോഴ്സുകൾ അല്ലെ നമ്മൾ ക്യാച്ച് ചെയ്ത് പോകണം. നമ്മളോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയകരമായിട്ടുള്ള എന്തെങ്കിലും നല്ലൊരു ഇതിലേക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ നമ്മൾ അല്ലെ എപ്പോഴും എന്താണ് പുതിമയെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ്ലി കണ്ടു റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. എന്താണ് ഇതിൽ ഈ പോയിന്റിൽ പ്രത്യേകമായിട്ട് പറയുന്നത്? ഓക്കെ, ജീവനക്കാരെ അല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ തൊഴിലാളികൾ ഇപ്പൊ ഇൻ കേസ് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വന്നു കയറിയിരിക്കുന്ന എംപ്ലോയീസ്, ഓക്കെ, അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിനോട് ചേർത്ത വിധം അവരെ ഡെവലപ്പ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമാണ് അവരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാനേജിങ് എംപ്ലോയി റിട്ടൻഷൻ ഇൻക്ലൂഡ് ഡെവലപ്പിംഗ് പ്ലാൻസ് ടു സസ്റ്റെയിൻ ഹൈ എംപ്ലോയി മൊറൈൽ ആൻഡ് ഫോക്കസ് so they elect to remain employed and fully productive for the benefit of the organization. Okay, നമ്മളിപ്പോ പുതിയ ടെക്നോളജി പറഞ്ഞു ഇൻ കേസ്. ഓക്കെ, അപ്പൊ അവർക്ക് ആവശ്യമായിട്ട് ആ ടെക്നോളജി ഇപ്പൊ ഇൻ കേസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു വെക്കാം. ഏതൊരു ഓർഗനൈസേഷൻ ആണോ ആ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യും. then അവർക്ക് നോക്കാം ആ എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്ത് നോക്കാം. അവർക്ക് പറ്റിയില്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കാം. ഇൻ കേസ് അവർക്ക് ട്രെയിനിങ് ഒക്കെ ഒക്കെയാണ്, then അവർ വർക്ക് ചെയ്തു പോകുന്നു. ഇൻ കേസ് ഇങ്ങനെ ഒരു മെഷീൻ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട വരും അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ ചൂട് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എയർ കണ്ടീഷൻ ഫെസിലിറ്റീസ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരാം അല്ലെ. മെഷീനും കൂടി ഒക്കെ ഉൾപ്പെടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ റൂം ഫെസിലിറ്റീസിൽ അത് അവിടെ ഇച്ചിരി കൂടി ഹൈ ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫാനോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിന്റെ ഒക്കെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി കൊടുക്കേണ്ട വരാം. അങ്ങനെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ്, അങ്ങനെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്കും കൂടി മുന്നോട്ട് പോകണം. അതല്ലാതെ ഓക്കെ നമുക്ക് ബിസിനസ് വികസിപ്പിക്കണം, ഓക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. കേസ് അങ്ങനെ മനസ്സിലാക്കിയില്ല എങ്കിൽ എന്താ പ്രത്യേകത? അവർ ചിലപ്പോൾ ആ സ്ഥാപനം വിട്ടിട്ട് വേറെ സ്ഥാപനത്തിലേക്ക് പോകും. വർക്ക് ബർഡൻ ആണ് അല്ലെ. അവർ ഏൽപ്പിച്ചിരിക്കുന്ന വർക്കുകളൊക്കെ കുറച്ചും കൂടി റിസ്ക് കൂടുതലാണെന്നുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ മോശമാണെന്നുള്ള കണ്ടീഷനിൽ അവർ ചിലപ്പോഴെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് പോകാൻ തന്നെ തയ്യാറാവും. സോ എന്താണ് അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? എച്ച്ആർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. സോ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള കഴിവും അവർക്ക് ആവശ്യമാണ്. മാനേജിങ് എംപ്ലോയി റിട്ടൻഷൻ includes developing plans to sustain high employee morale and focus, so they elect to remain employed and fully productive for the benefit of the organization. എംപ്ലോയിനെ അല്ലെ കുറിച്ച് കൂടുതൽ ഊർജ്ജസ്വലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെ ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിട്ട് ഉത്പാദനക്ഷമതയുള്ള വ്യക്തികളാക്കി ഓർഗനൈസേഷനെ ഗുണകരമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. A comprehensive employee retention program can play a vital role in both attracting and retaining key employees, as well as in reducing turnover and its related cost. Okay, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇൻ കേസ് അവിടെയുള്ള എംപ്ലോയീസിനെ നിലനിർത്തുകയും വേണം, പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് പോവുകയും വേണം അല്ലെ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. പക്ഷെ നിലവിലുള്ള സ്റ്റാഫുകളൊക്കെ അവിടെ നിലനിർത്തി കൊണ്ടുപോവുകയും വേണം, അവരെ സാറ്റിസ്ഫൈ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യണം.
അതല്ലെങ്കിൽ എന്താ പ്രത്യേകത? നമുക്കറിയാം ടേൺ ഓവർ അല്ലെ, അവിടെ ആ ഓഫീസിൽ നിന്നും സ്റ്റാഫുകളൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് വീണ്ടും നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്തണം, സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തി എംപ്ലോയീസിനൊക്കെ കണ്ടെത്തുക. അപ്പൊ അവിടെ നമുക്കറിയാം റിസ്ക് കൂടുതലാണ്, കോസ്റ്റ് എക്സ്പെൻസ് ഒക്കെ ചെലവഴിക്കേണ്ടതായിട്ട് വരും അല്ലെ. പുതിയ എംപ്ലോയിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തണം, സെലക്ഷൻ പ്രൊസീജിയർ ട്രെയിനിങ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ആ എംപ്ലോയിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? പുതിയ എംപ്ലോയിനെ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല അല്ലെ. അവർക്ക് അതിനെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറെ സമയം എടുക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഒപ്പം തന്നെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം, HR ഡിപ്പാർട്ട്മെന്റിലുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാ. ഓക്കെയാണോ? ഓക്കെ, അപ്പോ ഇവിടെ ഒരു പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. അതായത് comprehensive employee retention program can play a vital role in both attracting and retaining key employees. അല്ലെ, അവിടെ നമുക്കറിയാം സമഗ്രമായിട്ട് ആ എംപ്ലോയീസിന്റെ വിട്ടുപോകാൻ നിരക്ക് അല്ലെ, ആ ഒരു കാര്യത്തിന് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. കാരണം അവരെ വീണ്ടും അല്ലെ അവരെ എന്താണ് ആ സ്ഥാപനത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള അട്രാക്ഷൻ അവർക്ക് ആവശ്യമാണ്. ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കണം, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിലൊക്കെ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് അവര് ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. റിട്ടൻഷൻ നിരക്ക് നോക്കേണ്ടത് അല്ലെ, അവിടെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്താണ് നെക്സ്റ്റ് നോക്കാനുള്ളത്? ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ? റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ വിങ്ങിലുള്ളവര് നല്ല രീതിയിൽ റിക്രൂട്ട്മെന്റ് നടത്താനായിട്ടുള്ള കഴിവ് ശേഷിയുള്ളവരായിരിക്കണം. അതേമാതിരി തന്നെ പലതരത്തിലുള്ള സ്കില്ലും അവർക്ക് ആവശ്യമാണ്. ഒപ്പം തന്നെ എംപ്ലോയീസിനെ വിട്ടുപോകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ അവർ കേന്ദ്രീകരിക്കണം. അവരെ നല്ല രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമുക്ക് നെക്സ്റ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. Flexibility in the workplace has an impact on innovation as well as the efficiency of employees. Flexibility എന്ന് പറയുന്നത് എന്താണ്? മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള ശേഷി അല്ലെ. Flexibility in the workplace has an impact on innovation as well as the efficiency of employees. അതായത് എംപ്ലോയീസിന്റെ ആ ഒരു ഫലപ്രാപ്തി അല്ലെ, ഒരു കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിനോട് ചേർന്ന വിധത്തില് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ ആവശ്യമാണ്. തൊഴിലാളികൾക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തി കൊടുക്കണം അല്ലെ. ട്രഡീഷണൽ ആയിട്ട് അവരെ പഠിച്ച ആ ഒരു കാര്യങ്ങൾ തന്നെ പരമ്പരാഗതമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. എംപ്ലോയീസിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ചേഞ്ചിങ് വരുത്തി അല്ലെ, ഫ്ലെക്സിബിൾ ആക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. Flexibility has a huge impact on how a company attracts, hires and retain top talent. Okay, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ അട്രാക്ട് ചെയ്യാനും തെരഞ്ഞെടുക്കാനും എല്ലാം തന്നെ നമുക്ക് ആവശ്യമാണ് എന്ത് ഫ്ലെക്സിബിലിറ്റി. ഇൻ കേസ് റിക്രൂട്ട്മെന്റ് പഴയ കാലഘട്ടം അല്ലെങ്കിൽ ഈ രീതിയിലാണ് റിക്രൂട്ട്മെന്റ്. അതായത് ഇന്ന എന്താണ് ബെനിഫിഷ്യൽ പാക്കേജുകളാണ് അവർക്ക് കൊടുക്കുന്നത്.
ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ അലവൻസ് കൊടുക്കാൻ ഓഫർ ചെയ്യുന്നുണ്ടാവാം, അല്ലെ? ചിലപ്പോ എന്തെങ്കിലും ആക്ടിവിന് കീഴിലുള്ള ചില ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ ഈ കാലഘട്ടത്തിൽ അവരെ അട്രാക്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം കുറച്ചും കൂടി അല്ലെ ഫ്രഷേഴ്സ്, അതായത് നല്ല യൂത്ത് ജയന്തികളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്, കുറച്ചും കൂടി നല്ല ഫ്രീഡം അല്ലെ, കുറച്ച് നമുക്കറിയാം നല്ല എൻജോയബിൾ ആയിട്ടുള്ള ലൈഫ് കൂടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ വർക്കിംഗ് ഒക്കെ അവരുടെ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ അനുകൂലമാക്കി കൊടുക്കേണ്ടതുണ്ടാവാം, അല്ലെങ്കിൽ അവരെ പിക്ക് ചെയ്യാനായിട്ടുള്ള വാഹന സൗകര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള കുറെ അനുകൂല നടപടികളൊക്കെ ഓഫർ ചെയ്തിട്ടാണ് റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്, അല്ലെ? അല്ലാതെ പരമ്പരാഗതമായിട്ട് എന്താണോ രീതി ആ രീതി തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. IAS ആൻഡ് റിട്ടേൺ ടോപ്പ് ടാലന്റ് അങ്ങനെ വരുമ്പോഴാണ് ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നോവേഷൻ ക്യാൻ ലീഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, പുതുമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. കാരണം ഈ പുതുമയ്ക്ക് അനുസരിച്ചിട്ടാണ് അല്ലെ എല്ലാം. നമുക്കറിയാം ഏത് സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ മാർക്കറ്റിൽ വിപണനം കണ്ടെത്തണം, അല്ലെ? അത് എല്ലാവരും വിപണനം കണ്ടെത്തുന്നത് എന്തായിരിക്കും? പുതിയ പുതിയ രീതികൾ അല്ലെങ്കിൽ പുതിയ പുതിയ സാങ്കേതിക ടെക്നിക്കോട് കൂടിയിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും ഏതൊരു പേഴ്സൺസും പബ്ലിക് കൂടുതൽ സാമീപ്യം കാണിക്കുന്നത്. സോ അതനുസരിച്ചിട്ട് തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ആസ് എ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്, more goods and services are produced and the economic grows. Okay, ഉൽപാദനക്ഷമത വർദ്ധിക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത? നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസസ് അത് കുറച്ച് നന്നായിട്ട് തന്നെ വികസിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. ഇന്നോവേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ബ്രിങ്സ് വാസ്റ്റ് ബെനിഫിറ്റ് ഫോർ കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം പുതുമ അല്ലെങ്കിൽ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് തന്നെ നമുക്ക് അല്ലെ അവരുടേതായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? ഫ്ലെക്സിബിലിറ്റിയാണ്. വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാന്നിധ്യം അവിടെ ആവശ്യമാണ്. അതല്ലാതെ പരമ്പരാഗതമായിട്ടുള്ള രീതികളൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറയുന്നത് വളരെ അല്ലെ പ്രയോജനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ. അപ്പൊ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിലും നമുക്കറിയാം ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്, പുതുമയും ആവശ്യമാണ്. പുതുമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഫ്ലെക്സിബിൾ ആയി കഴിയുമ്പോഴാണ് എന്താണ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉൽപാദനക്ഷമത വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വേറല്ലേ? Innovation and productivity growth bring a vast benefit for consumers and business. Okay, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. നമുക്ക് ഒരു പോയിന്റ് കൂടി ഉള്ളൂ, അതുകൂടി പറയാലോ. നോക്കാം. അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. തീർച്ചയായിട്ടും ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിപ്പിക്കാൻ തന്നെ അനുമതി കൊടുക്കുന്നത് എന്താണ്? ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? പഴയ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ മാതിരി എംപ്ലോയിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അവിടെ സ്ഥാപിച്ചിട്ടില്ല. നമുക്കറിയാം ഒരു പേഴ്സണൽ മാനേജർ എന്നുള്ള പോസ്റ്റൊക്കെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം തൊഴിലുടമയോട് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ ഡയറക്ഷനൊക്കെ കൊടുക്കും. അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് കുറെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് തന്ത്രപരമായ കുറച്ച് നീക്കങ്ങളൊക്കെ നടപ്പാക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലെ. ഇപ്പോഴാണ് നവേ ഡേയ്സിൽ നമുക്കറിയാം എന്താണ് അവിടെയുള്ള എംപ്ലോയീസ്, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെയുള്ള ഒരു എംപ്ലോയീസ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. സോ നമുക്കറിയാം ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം അവിടെ നടപ്പാക്കണം. ഓർഗനൈസേഷൻ ഗോൾസ് ആർ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് that a company's management establishes to outline expected outcomes and guide employees' efforts. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് തന്ത്രപരമായിട്ടുള്ള നിലപാടുകളെല്ലാം തന്നെ സ്വീകരിക്കണം, അല്ലെ? അപ്പൊ ഒരു കമ്പനി മാനേജ്മെന്റ് സ്ഥാപിക്കും. ഇപ്പൊ ഇൻ കേസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്ഥാപിക്കുന്നത് എന്താണ്? തന്ത്രപരമായ രീതിയിലൂടെ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എംപ്ലോയീസിന്റെ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം വിടുന്നത് ആ ലക്ഷ്യം
എളുപ്പത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് HR ഡിപ്പാർട്ട്മെന്റിന് തന്നെ സ്ഥാപിക്കുന്നത്. സോ ഓർഗനൈസേഷൻ ഗോൾസ് ആർ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. എന്താ പറയുന്നത്, തന്ത്രപരമായ രീതിയിലുള്ള ലക്ഷ്യങ്ങളിലൂടെയാണ് ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. തന്ത്രപരമായിട്ടുള്ള രീതിയിലുള്ള അല്ലെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങളിലൂടെ എന്ന് പറയാൻ കാരണം എന്താ, അവിടെയുള്ള എംപ്ലോയീസിനെയൊക്കെ അതേ രീതിയിൽ നമ്മൾ എന്താണ് മോണിറ്റർ ചെയ്ത് അവരുടെ നീക്കങ്ങളെയൊക്കെ നിരീക്ഷിച്ച് അതിന് കൃത്യമായിട്ടുള്ള ചിലപ്പോൾ വേണമെങ്കിൽ ട്രെയിനിങ് ആയിരിക്കാം, ചിലപ്പോൾ പാരിതോഷികങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ അവർക്ക് ലഭ്യമാക്കി ഓരോ എംപ്ലോയിനെയും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. സോ അതിന് തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും എന്താണ് HR ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ എംപ്ലോയീസിന്റെ എഫേർട്ടിനെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് അങ്ങനെ ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതും അത് തന്നെയാണ് HR ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായിട്ടുള്ള സ്വാധീന ശക്തിയുണ്ട്. ഏതൊരു ഓർഗനൈസേഷനിലും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനം അവരെ കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് അവിടെ തീർച്ചയായിട്ടും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തൊഴിലുടമ ആഗ്രഹിക്കുന്നത്. അതല്ല എങ്കിൽ തൊഴിലുടമയ്ക്ക് വെറുതെ ഇങ്ങനെ അവിടെയുള്ള എംപ്ലോയീസിനെ ഇങ്ങനെ സ്റ്റാഫുകളൊക്കെ അവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. പക്ഷെ എന്താണ് എംപ്ലോയർക്ക് അറിയാം തീർച്ചയായിട്ടും ആ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ ആ റിസോഴ്സിനെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സോ അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവിടെ ആവശ്യമാണ്. ചെറിയ 2 പോയിന്റ് കൂടിയുണ്ട്, അതും കൂടി നമുക്ക് കവർ ചെയ്തേക്കാം. അതായത് there are 2 main types of organization goals. 2 തരത്തിലുള്ള ഗോൾസുകളാണ് ഓർഗനൈസേഷനുള്ളത്. ഒന്ന് ഒഫീഷ്യൽ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്. അതായത് ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യമിടുന്നത് ആ ഒരു കാര്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഒഫീഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുക, 2 തരത്തിലുള്ള ഗോൾസുകളാണ് ഉള്ളത്. ഔദ്യോഗികമായിട്ടുള്ള ഒരു ഗോൾ പറയുന്നത് ഓർഗനൈസേഷൻ ചിലപ്പോൾ പക്ഷേ ഇത്രയും പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം, അത് വിപണനം ചെയ്യണം എന്നുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഇത്രയും സർവീസ് അവിടെ ലഭ്യമാക്കണം, അല്ലെങ്കിൽ ഇത്രയും പബ്ലിസിറ്റി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു എയിമോട് കൂടിയിട്ടുള്ള ഒരു ബിസിനസ് ഫേം ആയിരിക്കാം. സോ എന്താണോ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്, ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്നതിന് അതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്, ഔദ്യോഗികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേറ്റീവിൽ എന്താ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസയേർഡ് ഔട്ട്കം. ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സുകളാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രവർത്തന രീതിയിലാണ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഡിസൈഡ് ആയിട്ടുള്ള ഈ ഔട്ട്കം, ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് എന്തൊക്കെ ആവശ്യമാണ്, ഇത്രയും എംപ്ലോയീസിന് ആവശ്യമാണ്, ഇത്രയും മെഷീൻ ആവശ്യമാണ്, അതെല്ലാം ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്തു പോകണം അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു തന്ത്രപരമായുള്ള നീക്കങ്ങളുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത് ഓപ്പറേറ്റീവ് ഗോൾ എന്ന് പറയുന്നത്. സോ 2 തരത്തിലുള്ള ഗോൾ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക, ഒഫീഷ്യൽ ആയിട്ട് ഓപ്പറേറ്റീവ്. ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്, ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യമിടുന്നത്, എന്ത് ഗോൾ അച്ചീവ് ചെയ്യാനാണോ ലക്ഷ്യമിടുന്നത് അതിനെയാണ് ഒഫീഷ്യൽ എന്ന് പറയുന്നത്. ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കം, തീരുമാനിച്ച ഔട്ട്കംസ്, അതായത് ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്ന ഈ ഔട്ട്കംസ് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യം അല്ലെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് ഗോൾസ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ് ജസ്റ്റ് ആ ഒരു സെന്റൻസേ ഉള്ളൂ, ജസ്റ്റ് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ?
നമ്മൾ ഇന്ന് എടുത്തത് എന്തൊക്കെയാണ്? ലാസ്റ്റ് എടുത്തത് 2 ഗോളിന്റെ കാര്യം പറഞ്ഞു. ആ ഗോള് നമ്മൾ എവിടെ നിന്നാ വന്നത്? അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഏതൊക്കെ തരത്തിലുള്ള ഗോളുകളാണോ ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ കണ്ടത്. ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ്. പിന്നെ എന്താണ് HRM-ന്റെ സ്വാധീനം ഓർഗനൈസേഷൻ പെർഫോമൻസിൽ HRM-ന്റെ സ്വാധീനത്തിൽ ഫസ്റ്റ് വൺ പറയുന്നത് റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽ. നല്ല കഴിവിട്ട ഇൻഡിവിജ്വൽസ് ഒക്കെ ആവശ്യമാണ്. എംപ്ലോയീസ് റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. എംപ്ലോയിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സ്കിൽ നോളജ് ഒക്കെ അവർക്ക് വേണം. അതായത് എങ്കിൽ മാത്രമാണ് എംപ്ലോയിനെ അട്രാക്ട് ചെയ്യുകയും വേണം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം, അട്രാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് എംപ്ലോയി അവിടെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പോസ്റ്റ് അവിടെ തൊഴിലുടമ ഇറക്കേണ്ടതായിട്ട് വരും എംപ്ലോയിനെ കണ്ടെത്താനായിട്ട്. നെക്സ്റ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ. ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസ് വരുന്നത് പുതിയ ഇന്നോവേഷൻ വരുമ്പോഴാണ്. ആ ഇന്നോവേഷൻ അനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഉൽപാദനക്ഷമമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയാലാണ് ഓർഗനൈസേഷന് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കുള്ളൂ. അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് ലാസ്റ്റ് വണ്. നമുക്കറിയാം ഓർഗനൈസേഷന് ലക്ഷ്യം നേടിയെടുക്കണം അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള ഗൈഡൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. 2 തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു, ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ്. ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം, അതിനെയാണ് ഒഫീഷ്യൽ എന്ന് പറയുന്നത്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ എന്തൊക്കെ ആവശ്യമാണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ നീക്കങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ ഓപ്പറേറ്റീവിൽ വരുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ കണ്ടത് എന്താണ്? ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്താണ് അല്ലെ. ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത് ആരാന്ന് പറഞ്ഞു? പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റുമായ വിങ്ങില് ഏറ്റവും കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻചാർജ് ഉള്ള പേഴ്സണെയാണ് എന്ന് പറയുന്നത് ലൈൻ മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഡ്യൂട്ടീസുകളെയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഞാൻ അഞ്ഞൂറാക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അയച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകള്? ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണല്ലേ, ഈ വർഷത്തെ ലാസ്റ്റ് ക്ലാസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ഇയറിൽ കാണാം അല്ലേ. ഓക്കെ ബൈ, താങ്ക് യു. നെക്സ്റ്റ് പേജ് കാണാം. ഓക്കെ.